ചേർന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പ്രാരംഭ സമയം ഉപയോഗിക്കുന്നത്. ഇവിടെ ദാവീദിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികളും ഇതെല്ലാം കാര്യമാണ് ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നത്. ഈ സംഘത്തിൽ എല്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ എനിക്ക് ഒരു കാര്യം തന്നെ നിശ്ചയമില്ലായിരുന്നു. 12ാമത്തെ വാക്യം, എന്ന് ഞാൻ അറിയുന്നു. പലപ്പോഴും ശത്രു നമ്മളെ തകർക്കുവാൻ ഉന്നം വെച്ചുകൊണ്ട് എപ്പോഴും അത് തക്കം പാർത്തുള്ള വാക്യം, തക്കം പാർത്ത് നടക്കുമ്പോൾ ഓർക്കണം, നാമും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമ്മെ അവിടെ കാരണമാക്കി. ആ നല്ല ബന്ധം ദൈവത്തിനും നമുക്ക് വയ്ക്കുന്നു. ദാവീദ് നല്ലവണ്ണം അറിയാമായിരുന്നു ദാവീദ് ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതും താൻ സ്നേഹിക്കുന്ന ദൈവം വിശ്വസ്ത ദൈവമാണ് ദാവീദ് നല്ലവണ്ണം അറിയാമായിരുന്നു. ആ 10 വാക്കുകൾ നമുക്ക് ആ വായിക്കും അറിയാം. ഇതെല്ലാം കെണികളാണ് കൂട്ടുകാരും കൂടിയായാലും മറ്റും നിശ്ചയിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു 5 പേര് വ്യത്യാസമാണ്, 3 പേരേ ഉള്ളൂ സമാധാനമല്ല ഉള്ളത്. അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 10ാമത്തെ വാക്യം 16 വാക്യം വായിക്കുമ്പോൾ എന്റെ ശത്രു എന്നെ ചൊല്ലി നിനക്കെന്നിൽ പ്രസാദം ഞാൻ അറിയുന്നു. ഈ അറിവ് പലപ്പോഴും നമ്മളെ ഓരോ ദിവസം ദൈവം നടത്തുമ്പോൾ നാം അറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ കരുണയും കരുതലും ഒക്കെ നാം പഠിപ്പാൻ ചിന്തിപ്പാനും കഴിയുന്നതിനപ്പുറമായിട്ടാണ് ദൈവം നമ്മളെ നടക്കുന്നത്, അല്ലേ? നല്ല അനുഭവങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞാൽ, ഇന്നലെ ഞങ്ങളുമായിട്ട് പ്രവർത്തനത്തിന് പോയി പരിശോധന നടത്തിയില്ല. നമ്മുടെ വണ്ടി ഔചാരികമായിട്ട് വിളിച്ചില്ല, വണ്ടി ഓടിക്കാനോ സന്ധ്യ ഒന്ന് 2 വീട്ടിൽ പോയി രണ്ടുപേരും രക്ഷിക്കപ്പെടുവാൻ ചെയ്തു. എന്നാൽ അവർ തിരിച്ചു വന്നിട്ടുള്ള വണ്ടിക്ക് ഞാൻ പോകാം. രാത്രി ഞങ്ങളൊരു ചില പ്രദേശം വലിയ വലിയ ഒന്നും ഞങ്ങൾക്കില്ല. എങ്ങനെ പെട്ടെന്ന് വെക്കുക മക്കാരിക്ക് വന്ന് കൊണ്ടുപോയി ആ വണ്ടിയിൽ തന്നെ ഒരു 2 പേര് കയറി ഞാനും വാസുകൂടെ അങ്ങനെയുള്ള സ്കൂട്ടറിൽ അങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ ഓർക്കുകയായിരുന്നു നാളെ ഇനി ഞായറാഴ്ചയാണ്, അപ്പോൾ രാവിലെ വണ്ടി ഓടി രാവിലെ ആരും വിളിച്ച് നന്നായി കൊണ്ടുപോകാം. അത് പിന്നെയും ബുദ്ധിമുട്ടായി. സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്, നടുവോട് ഇട്ട് പോകാൻ. ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. ആ മെക്കാനിക്ക് സന്ധ്യ കഴിഞ്ഞു, ജോലി കഴിഞ്ഞു, ഇച്ചിരി കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വരുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ചെറിയ കാര്യമായിരിക്കും തോന്നുക. പക്ഷെ ഞങ്ങൾക്കത് വലിയ കാര്യമായിട്ട് തോന്നുവാനും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാനും അതുപോലെ ശത്രു ശക്തികളാണ്. നമ്മളെ എവിടെ കൊണ്ട് താഴ്ത്താം, എവിടെ കൊണ്ട് നിരാശപ്പെടുത്താം, എവിടെ കൊണ്ട് അവിശ്വസ്തരാക്കാം, ഇതാണ് ശത്രു എപ്പോഴും നമ്മെ എല്ലാവരെയും നോക്കുന്നത്. അതിലാരും ഒഴിവുള്ളവരല്ല. ഓരോ നിലകളിലാണ് ശത്രു നമ്മളെ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനമുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ശരീര ആരോഗ്യത്തെ പല വിധത്തിലും ശത്രു നോട്ടമിട്ട് കൊണ്ടുവരും. അതിലൊക്കെ നാം അടിപ്പെട്ടു പോയാൽ ഈ ശത്രു നിലകളൊക്കെ ആക്രോശിക്കും. എന്നാൽ ദൈവം അതിനൊന്നും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വന്നിട്ടില്ല. ദൈവമൊക്കെ പ്രവർത്തിക്കുന്നു. 1 വായിക്കുന്ന നീ എന്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു, നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് താങ്ങുന്നത്? കർത്താവിന്റെ മുമ്പിൽ നല്ല പറയുന്നത് ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയായി അല്ലേ? ഇതേ പ്രകാരം മറ്റുണ്ടാവില്ല. നമുക്ക് പലപ്പോഴും എല്ലായിടത്തും കൊട്ടി കൊണ്ടിരിക്കുന്ന ഒരു മാർഗമുണ്ട്. പക്ഷെ അതിനേക്കാൾ ദാവീദിന്റെ ആ താഴ്മയും ദൈവം ആരാണെന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ആരും എടുത്ത് വലിയ പ്രസംഗിക്കാറില്ല. ദാവീദിന്റെ സംഗീതത്തിൽ കണ്ടുണ്ടോ? അത് താഴ്മയെ വളരെ വ്യക്തമായിട്ട് എല്ലാ സംഗീതത്തിലും കാണുന്നത്. ഞാനാരാണ്, ദൈവമാരാണ്. അപ്പോൾ ദൈവത്തെ അറിയുന്ന ദൈവമക്കളായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നല്ല മനസ്സാക്ഷിയോടാണ് പിൻപറ്റി. അതുകൊണ്ടാണ് നീ ഞങ്ങളെ ശത്രു ഞങ്ങളുടെ മേൽ കൊള്ളുവാൻ ആകിയാൽ ഇന്ന് രാത്രിക്കാരെ കൂട്ടിക്കൊണ്ട വികാസന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ പ്രിയമുള്ള ഭവനത്തിൽ കൂടി വരുവാൻ
ദൈവം നമുക്ക് സഹായിച്ചു. ഞങ്ങൾ ഓർക്കുന്ന ആളൊന്നും കാണും, കാരണം സൈമനില്ല, ഇന്നൊരു പേർക്കില്ലല്ലോ, ഇവരെ ഒട്ടും ഓർത്തില്ല, ഇദ്ദേഹത്തെ ഓർത്തില്ല. എന്നതിന് വർഷമായിട്ട് നിലവിൽ ഉടനെ ശുഷ്കിച്ചായിരിക്കും ഇങ്ങനെ തോന്നണം. ദൈവം ഒന്ന് നല്ലൊരു കൂട്ടത്തിൽ കൊണ്ടുവരുത്തി നല്ല 2-3 മണിക്കൂർ നമ്മൾ ദിവസം ഇരുന്ന് എല്ലാം മറന്ന് സന്തോഷിക്കണം, പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രതയായിരിക്കണം, ദൈവജനം കേൾവി ഏകാഗ്രതയായിരിക്കണം. അങ്ങനെ ഇന്ന് ഈ മുറി വിട്ടു പോകുമ്പോൾ അവരെയൊക്കെ അനുഗ്രഹം സ്ഥാപിച്ച് ആരാധിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കർത്തവ്യത്തിനെ കൊണ്ടുവിട്ടാൽ ഞങ്ങൾ വളരെ അനുഗ്രഹപ്പെട്ട വന്നിരിക്കുന്നു. പക്ഷെ ഇന്ന് ഈ മുറി വിട്ടു പോകുമ്പോൾ ഒരു പുതിയ ബലത്തോടും പോകാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ടീമിന്റെ വാർഷിക ജാമ്യം പറയാം. കർത്താവിന്റെ മഹത്വമുള്ള നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വന്നെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല. ദൈവം സന്നിധിയിൽ ദൈവദാസന്മാരോട് ദൈവമക്കളോടും ചേർന്ന പ്രശ്നം ഞാനും പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ്. കാരണം എനിക്ക് ടീമിൻ്റെ ടീമിൽ ഇപ്പോൾ കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം തുറന്നെന്ന് പറഞ്ഞാൽ കൊച്ചുമക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മോനും കുടുംബവും ഒരു മാസം ഞങ്ങളുടെ കൂടെ ഉണ്ടായി. അപ്പോൾ കൊച്ചുമക്കളെ സ്കൂളിൽ കൊണ്ടുവരികയും പിന്നെ അങ്ങനെ ട്യൂഷന് വിടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എന്നാൽ ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പരിശോധനത്തിന് പോകാൻ കഴിയും. അത് 9:30 തുടങ്ങുമെങ്കിലും ഞാൻ 10 മണി കഴിഞ്ഞാൽ ചെന്നത്. ഉച്ച ഒരു 1:30 മണിയാകുമ്പോഴത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ ഉള്ള സൗകര്യം. എന്നാൽ ശനിയാഴ്ച വരാൻ ഞാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മോക്ക് ട്യൂഷൻ ഉണ്ടെങ്കിലും അന്ന് പോകണ്ട, പരിശീലനത്തിനൊക്കെ വരാം എന്ന് വിചാരിച്ചു. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വലിയ കഴിവോ പ്രാപ്തിയൊന്നുമില്ലെങ്കിലും യേശുവിനെ ഒന്ന് ഉയർത്തിയത് അപ്പോൾ അതിനുവേണ്ടി വരാം എന്നുള്ള ആഗ്രഹത്തിൽ ഇരുന്നെങ്കിലും അത് ക്യാൻസലായി. അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. എങ്കിലും എന്തായാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വൈകിട്ട് കടന്നു വരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് 2:30 മോടെ പർവ്വതത്തിൽ അല്പസമയം ഇവിടെ ആയിരിക്കും. എങ്കിലും സമയത്ത് തക്ക സമയത്ത് വരാൻ ഈ അവസരം നൽകിയല്ലോ ഓർത്ത് ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വേദഭാഗം കടന്നു. പല വിഷയങ്ങൾ, പല വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നു വന്നെങ്കിലും ഒരു വാക്യം ദൈവസന്നിധി വായിച്ച് കർത്താവ് തരുന്നത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് സുപരിചിതമായ ഭാഗമാണ്. അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ നമുക്ക് കഴിയുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും. അപ്പൊ യേശു ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. എങ്ങനെയാ പോയത്? ആത്മാവിന്റെ ശക്തിയോ. അപ്പൊ യേശുവിന്റെ പുറകോട്ടിറങ്ങി നമ്മൾ ചിന്തിച്ചാൽ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിൽ. ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് എന്ന് മൂളി പറഞ്ഞത്. ആദ്യം പറഞ്ഞത് കൃപ ലഭിച്ചവളെ നിനക്ക് കണ്ടോ.
യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എത്രയോ യൗവനക്കാരത്തികൾ, കന്യകമാർ ഉള്ളപ്പോൾ അവർക്കാർക്കും കൃപ ലഭിച്ചില്ല. കൃപ ലഭിച്ചത് മറിയയ്ക്ക്. അത് എങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ഉണ്ടോ? ആ മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൂതൻ സംബോധന ചെയ്യുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ എന്താ ആദ്യം ഉണ്ടായിരിക്കണം? കൃപ. ഈ കൃപയ്ക്ക്, കൃപ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. എല്ലാവർക്കും ലഭിച്ചിരുന്നെങ്കിൽ ഈ മറിയയുടെ അടുക്ക മാത്രം വന്നത് പറയേണ്ട ആവശ്യമില്ല. മറിയോട് പറയുന്നത് കൃപ ലഭിച്ചവളെ. ഞാൻ ഒന്നുകൂടെ ഇറങ്ങി നമ്മൾ ചിന്തിച്ചു നോക്കിയ, ഒരു യോഗ്യതയില്ലാതിരുന്ന നമ്മുടെ ജീവിതത്തിലും നമ്മളെക്കാൾ ശക്തന്മാർ, ശ്രേഷ്ഠന്മാർ, അറിവുള്ളവർ, വിദ്യാജ്ഞാനികൾ, സമ്പന്നർ, ആമേൻ, ഹല്ലേലൂയ, കുബേരന്മാരും അനേകരെ ആമേൻ നമ്മുടെ ദേശത്തുള്ളപ്പോൾ തന്നെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലയിൽ ആമേൻ നമ്മെ ഇവിടെ കൊണ്ടിരുത്തത്തക്ക നിലയിൽ ഇടയാക്കിയതിന്റെ കാരണം കൃപയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കൃപ ലഭിച്ചത് കൊണ്ടാണ് അടൂരിൽ നിന്ന് ഞാനും ഇവിടെ വരാൻ കാരണമായി. കൃപ ലഭിച്ചത് കൊണ്ടാണ് ആത്മഭാരം നമുക്ക് കർത്താവ് തന്നത്. കൃപ ലഭിച്ചത് കൊണ്ടാണ് ഈ ആത്മഭാരത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായത്. ഇത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ സഭയിൽ തന്നെ, സഭകളിൽ തന്നെ എത്രയോ കുടുംബങ്ങളുണ്ട് ഇപ്പോൾ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന. സന്ധ്യക്ക് നമ്മുടെ ദേശത്ത്, നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ ടിവിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ട് എത്തിയിരിക്കുക. ഞാൻ ആരെയും വിമർശിക്കുകയൊന്നും ചെയ്യല്ല. നമ്മളിവിടെ ദേശത്തിന് വേണ്ടി ജാതീയ ശക്തികൾ തകർന്ന് യേശുവിന്റെ നാമം നമ്മുടെ ദേശത്ത് നമ്മെ ഉയരാൻ വേണ്ടി, നമ്മുടെ രാജ്യത്ത് ഉയരാൻ വേണ്ടി, ഇറാനിൽ ഉയരാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മുടെ സഭയിൽ കൂടുന്നവർ പോലും അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞതിന്റെ വിഷയം കൃപ ലഭിച്ചത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അപ്പോൾ മറിയയുടെ അടുക്കൽ വന്ന് ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആമേൻ. അടുത്ത് പറഞ്ഞത് ആമേൻ, യേശു നിന്നിൽ ജനിക്കാൻ പോവാ, ലോക രക്ഷിതാവ് ജനിക്കാൻ. അവള് പറഞ്ഞു, ഞാൻ പുരുഷനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിയായികയാൽ ഇതെങ്ങനെ സമ്മതിക്കുമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നു, 35-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യമാണെന്ന് തോന്നുന്നു. ആ വാക്യം ഒന്ന് വായിക്കണമേ. കണ്ടോ? ഹല്ലേലൂയ. കൃപ ലഭിച്ചവരുടെ മേൽ എന്ത് വരും? ഇത് അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥൻ, ലോക രക്ഷിതാവ്. അവൻ ജനിക്കണമെങ്കിൽ ജനിക്കാനിരിക്കുന്ന പാത്രത്തിന്മേൽ, ആമേൻ, സ്തോത്രം, വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കണ്ടോ? ലോകത്തിൽ സംഭവിച്ചിട്ടില്ല. പുരുഷൻ
സ്ത്രീ ബന്ധത്തിലാണ് തലമുറകൾ ഉണ്ടാകുന്നത്. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. യഹോവയായ ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞതാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, സ്ത്രീയുടെ സന്തതി തന്നെ വേണം സർപ്പത്തിന്റെ തല തകർക്കാൻ. ആ സ്ത്രീയുടെ സന്തതി കന്യകമറിയാമിൽ ജനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലെ സംഭവം നടക്കൂ. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ നടക്കൂ. ആത്മീയ വിഷയമായാലും ഭൗതിക വിഷയമായാലും ഏതു വിഷയമായാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അത് നടന്നാലോ അത് ദൈവത്തിന് മഹത്വമായി മാറും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ പേര് വരും. അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് കേട്ടോ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ പേര്. അപ്പോൾ നമ്മളെല്ലാം ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവരാ ഇല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ പുത്രൻ, വചനമാകുന്ന പുത്രൻ ഒരു സ്ത്രീയിൽ ജനിക്കണമെങ്കിൽ, കൃപ ലഭിച്ചവളിൽ ജനിക്കണമെങ്കിൽ അവളിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? വരണം. പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം പോരാ, അത്യുന്നതന്റെ ശക്തി അവിടെ മേൽ എന്ത് ചെയ്യണം? നിഴലിടണം. അപ്പൊ അവിടെ നോക്കിയ തൃത്വമല്ലേ? തൃത്വമല്ലേ? ഹല്ലേലൂയ. വചനം ജഡമാകണമെങ്കിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് കന്യകയിൽ ജനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു, ഞാൻ പറഞ്ഞു പോയ സമയം പോകും. അപ്പൊ യേശുവിന്റെ ജനനം നടക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. യേശു ജനിച്ചു. അടുത്തത് ആമേൻ, അവൻ ജീവിക്കുന്നു 30 വയസ്സ് വരെ ഈ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അടങ്ങി ജീവിച്ചു. ഇതിനിടയ്ക്ക് ദേവാലയത്തിലൊക്കെ പോവുകയും ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ഉപദേശിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഈ 30 വയസ്സ് വരെ ദൈവാലയത്തിൽ പോവുകയും വരുമൊക്കെ ചെയ്തെങ്കിലും മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവൻ ജീവിച്ച് അപ്പനെ സഹായിക്കുകയായിരുന്നു. കൂടാരപ്പണി. പൗലോസിന് കൂടാരപ്പണിയായിരുന്നു. ആമേൻ. യേശുവിന്റെ അപ്പന് മരപ്പണിയായിരുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിനെ ലോകം വിളിച്ചത് എന്താ? തച്ചന്റെ മോനെന്ന. വേറെ പലതുണ്ട് പറയുന്നു. തച്ചന്റെ മോൻ. ഈ തച്ചൻ എന്ന് പറയുമ്പോൾ ഈ ആശാരിമാരുടെ പണി വളഞ്ഞതിനെയൊക്കെ എന്ത് ചെയ്യാം? ഒരു ഇരുമ്പ് കഷണം നമ്മുടെ ബേബിബ്രദറിന്റെ കയ്യിൽ കൊടുത്താലും സ്വത്ര ഒരു ആർച്ച് പണിയണമെങ്കിലും ആ ഇരുമ്പ് കഷണം കൊണ്ട് എന്ത് ചെയ്യും? പണിയണമെങ്കിൽ ഇച്ചിരി പണിയാ അല്ലേ? അതിനെ ചൂടാക്കി അതിനെ വളച്ചൊക്കെ എടുത്ത് വരണമെങ്കിൽ എത്ര അടിയൊക്കെ അടിച്ച് അതിനെയൊക്കെ ഒതുക്കിയ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആർച്ച് പോലെ കൊണ്ടുവരുന്ന ഒരു സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് തച്ചന്റെ മോൻ തന്നെയാ. തച്ചന്റെ മോൻ തന്നെയാ. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ പണിക്കാരനായി മാറിയതും ചൊവ്വല്ലാത്തതിനെ ചൊവ്വുള്ളതാക്കി മാറ്റാനാണ് അവൻ ഈ പണി സ്വീകരിച്ചത്. ഈ പേര് വരെ സ്വീകരിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യോജിപ്പില്ലാത്തതിനെയൊക്കെ പലതിനെയെല്ലാം യോജിപ്പിക്കും അല്ലേ? ഇവിടെ നമ്മൾ വന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു തടിയിലെ പല ഉരുപ്പിടികളാക്കി മാറ്റിയ ഇത് പണിതേക്കുന്ന പലകയുണ്ട്, കാലിന് കാലുണ്ട്, പടി ഉണ്ട്, ചാരിന് അതെല്ലാം ഫ്രെയിമുണ്ട്. ഇതെല്ലാം ഉണ്ടോ? തച്ചന്റെ പരിപാടിയാ. തച്ചന്റെ പരിപാടിയാ.
ഒരു ചെയറായി അല്ലെങ്കിൽ ഒരു സെറ്റിയാക്കി മാറ്റിയത് ആ തച്ചന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. സ്തോത്രം. ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നമ്മയൊക്കെ പണിതെടുത്ത നല്ല ഒരു തച്ചനാണ് നമ്മുടെ മറന്നു പോകരുത്. ഇവൻ പണിതെടുത്തത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലാണ് നമ്മുടെ കർത്താവ് നമ്മെ പണിതെടുത്തത്. എന്നാൽ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവില്ല. 30-ാം ദിവസം 30-ാം വയസ്സിൽ യേശു സ്നാനമേൽക്കുന്നു. സ്നാനമേറ്റ് ദൈവത്തിന്റെ നീതി നിവർത്തിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ സ്വർഗ്ഗം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവനുമേ വന്നിട്ട് പ്രാരൂപത്തിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും പരിശുദ്ധാത്മാവില, അല്ലേ? അപ്പൊ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിൽ, സ്നാനത്തിൽ ഇവൻ ആരാണെന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി അവന്റെ മേൽ ആവസിച്ചിട്ട് പറയാൻ, ഈവൻ എന്റെ പ്രിയപുത്രൻ. അപ്പോ സ്നാനത്തോടു കൂടിയാണ് പ്രഖ്യാപനം നടക്കുന്നത് ആരാണെന്നുള്ളത്. അടുത്തത് യേശു 40 ദിവസം എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നു. എന്നാൽ ഈ ഉപവസിക്കുമ്പോഴും ആത്മാവ് എന്ത് ചെയ്യായിരുന്നു? എന്നാൽ നടത്തുന്നുണ്ടല്ലോ. ഈ 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ ഈ ഉപവസിക്കാൻ പ്രേരണ നൽകിയത് ആരാ? പരിശുദ്ധാത്മാവ്. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് പ്രേരണ നൽകുകയും നമ്മെ നടത്തുകയും ചെയ്യുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അടുത്തത് കൂടെ വായിക്കാം. ഒന്നും ഭക്ഷിച്ചില്ല. അപ്പോൾ ആത്മാവിലുള്ള ജനനം, പരിശുദ്ധാത്മാവിലെ ജനനം, സ്നാനത്തോടുകൂടി പ്രഖ്യാപനം, പരിശുദ്ധാത്മാവ് തന്നെ പ്രഖ്യാപിക്കുന്നു. അടുത്തത് ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി അവിടെ ഉപവസിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, സാത്താനാൽ യേശുവിനെ എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുന്നു. എന്നാൽ അവിടെ വചനം കൊണ്ട് കർത്താവ് അവനെ എന്ത് ചെയ്യുന്നു? അവനെ വെട്ടി വെറുക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാ നിയോഗത്തിൽ പരിശുദ്ധാത്മാവ് നടത്തിയാൽ, സ്തോത്രം, നമ്മുടെ മുമ്പിൽ നേരിടുന്ന സകല വിഷയങ്ങളെയും നമുക്ക് വചനത്താൽ ജയിക്കാൻ കഴിയും. ജയത്തിനു വേണ്ടിയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഏതു പരീക്ഷകളെയും ജയിപ്പാൻ പരിശുദ്ധാത്മാവ് പിന്നിൽ നിയോഗിച്ചയക്കുന്നത് കൊണ്ട് നമുക്ക് ജയമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഈ 14-ാം വാക്യം വായിക്കുമ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റും നടന്നു. എന്താ യേശു ഗലീലയിലേക്ക് മടങ്ങി ആത്മാവിന്റെ ശക്തിയോടെ പോകാൻ കാരണം? ഗലീല എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശം, 60 അടി നീളം, 60 മൈൽ നീളം, 25 മൈൽ ചുറ്റളവ്. ഒരു ചെറിയ 60 മൈൽ നീളവും 25 മൈൽ ചുറ്റളവുമുള്ള ഒരു ദേശമാണ് ഗലീല എന്ന് പറയുന്നത്. ലെബാനോൻ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന സ്തോത്രം വെള്ളം ഈ ഗലീല പ്രദേശങ്ങളെ നനയിപ്പിച്ച് ഫലപുഷ്ടിയുള്ള ദേശമാക്കി ദൈവം തീർത്തതാണ് ഗലീല. അത് ശലോമോന്റെ അധീനതയിലായിരുന്നു ആ ഗലീല ദേശം. എന്നാൽ ഗലീല ദേശത്ത് ശലോമോൻ
യെരൂശലേമിൽ ദൈവാലയം പണിതു, രാജകൊട്ടാരം പണിതു, അരമനയെല്ലാം പണിത് എല്ലാം പണി നടക്കുമ്പോൾ സോർ രാജാവായ ഹീരാം ഈ ശലോമോൻ രാജാവിന് സ്തോത്രം മരവും സ്വർണവും എല്ലാം പണിക്ക് വേണ്ടുന്ന സാമഗ്രികൾ മുഴുവനും സോർ രാജാവായ ഹീരാം ശലോമോന് കൊടുത്തു. രാജാക്കന്മാർ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് വായിക്കാം. 11-ാം ഒന്ന് വായിക്കാം. രാജാക്കന്മാരുടെ രാജധാനിയിൽ 2 ഭാഗവും 20 സംവത്സരങ്ങൾ പണിത ശേഷം സ്വരാജാവായ ഹീരാം ശലോമോന് ഇഷ്ടം പോലൊക്കെയും ദേവദാരവും സ്വർണ്ണമരവും സ്വർണ്ണവും കൊടുക്കുന്നതുകൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം. അപ്പോൾ നമുക്ക് ആരെന്ത് നന്മ ചെയ്താലും നമുക്കൊരു പ്രത്യുപകാരം ചെയ്യുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും അതെ ഇല്ലേ? മനുഷ്യനല്ലല്ലോ. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും നമുക്കൊരു നന്മ ആരെങ്കിലും തന്നാൽ ഒരു നന്ദി വാക്ക് നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്നാൽ ശലോമോൻ ചെയ്തത് ഈ നന്ദി പ്രകടമാക്കിയത് ഗലീല ദേശത്തുള്ള 20 പട്ടണങ്ങളിൽ സോർ രാജാവായ ഹീരാമിന് എന്ത് ചെയ്തു? ഫലഭൂയിഷ്ഠമായ ഗലീല ദേശം 20 പട്ടണങ്ങളിൽ സോർ രാജാവായ ഹീരാമിന് ശലോമോൻ ഔദാര്യമായിട്ട് നന്ദി പ്രകടനമായിട്ട് കൊടുത്തു. നമ്മള് ആളുകളെയൊക്കെ ചിലരെ അങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും? അവരുടെ പോക്കറ്റ്, അവരുടെ പേഴ്സ്, ബാങ്ക് ഒക്കെ ഓരോരുത്തരുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും? ഉണ്ടോന്നോ? അതില്ലാത്തത് കൊണ്ട് നാം ഈ പരുവത്തിലായിരിക്കുന്നു. അല്ലെ, നമ്മുടെ സഭകളിൽ 3 വർഷം അവർ ദൈവദാസൻ 2 വർഷമാണ് സഭകളിൽ. അപ്പോ കർത്താവിന്റെ വേലക്കാരൻ ആത്മഭാരവും ഇറങ്ങി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന കർത്തദാസന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ സഭകൾ വെച്ചിരിക്കുന്ന അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 3 കൊല്ലമൊന്നും അല്ല. അവരിറങ്ങി പ്രവർത്തിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സഭയൊക്കെ സ്ഥലം വാങ്ങിച്ച് ഹോളുകളൊക്കെ പണിത് ആത്മാക്കളെ അതിനെ തിരുത്തി ആരാധിച്ച് ഒക്കെ പോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നോ 3 വർഷം. 3 വർഷം ഇരിക്കണമെങ്കിൽ പ്രസംഗിച്ചില്ലേലും മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യുക? പ്രസംഗിപ്പിച്ച് മറ്റുള്ളവരെ സുഖിപ്പിച്ച് പോകുന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ സഭകളിൽ പുറത്തുനിന്ന് ഒരാത്മാക്കൾ പോലും എന്ത് ചെയ്യുന്നില്ല. നമ്മൾ ആരും സ്വോത്രം പറയണ്ട. ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത്. പണ്ടൊക്കെ ഒരു സഭയിൽ ഒരു രോഗി ഉണ്ടായാൽ എത്ര ബന്ധപ്പാടും കഷ്ടപ്പാടും ഉണ്ടായിരുന്നെങ്കിലും സ്തോത്രം പകൽ അന്തിയോളം അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് പാടത്തും ആമയൊക്കെ പണി ചെയ്തേച്ച് സന്ധ്യയ്ക്ക് വന്ന് മുഴങ്കാൽ മടക്കി ആ കുടുംബത്തിന് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് രോഗ സൗഖ്യം കണ്ട് പോവുകയുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ രോഗശാന്തി ഇല്ല, ഒന്നുമില്ല. പാസ്റ്റർക്ക് അറിയാം ലോകത്തിൽ ഏത് ഹോസ്പിറ്റലിൽ ഏത് വിദഗ്ധനായ ഡോക്ടറുടെ പേര് വിശ്വാസിക്ക് അറിയത്തില്ലേലും പാസ്റ്റർക്ക് അറിയാം. ആ പാസ്റ്ററാണ് വിളിച്ച് ഡോക്ടറെ വിളിച്ച് എന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എനിക്ക് തരണം, എന്റെ ഒരു വിശ്വാസി അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ മകൻ അല്ലെ മകള് ഇന്ന ആൾ വരുന്നു. ഓക്കെ,
ഞാൻ പറഞ്ഞതിന്റെ വിഷയം മനസ്സിലാക്കണം. സ്തോത്രം. പോയ പോക്കുകൾ ഹല്ലേലൂയ. അന്ന് നമ്മുടെ കയ്യിൽ കാശില്ല. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അവയിൽ ഒന്നും കാശില്ല. അവർ കുത്തിയിരുന്ന് രോഗശാന്തിക്ക് വേണ്ടി Praise the Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ വിമർശനാത്മാവിൽ പറയുകയല്ല. സ്തോത്രം. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ ഒരു മടങ്ങിയവരാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. Praise the Lord. സ്തോത്രം, സ്തോത്രം. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വാക്യം ഇന്ന് രാത്രി കർത്താവ് തന്നത്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഹീരാം രാജാവിന് ഗലീലയിലെ 20 പട്ടണം, മനോഹരമായ ഫലസമൃദ്ധമായ 20 പട്ടണം ശലോമോൻ കൊടുത്തു. അപ്പൊ ഇത് കാണാൻ വേണ്ടി ഹീരാം രാജാവ് വന്നു. ആ വായിക്കൊന്ന് വായിക്കാമോ? 12ാം വാക്യം വന്നു. വായിച്ചു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. കണ്ടോ? എടാ, ഈ ആത്മീയ സന്തോഷം വല്ലവർക്കും എന്ത് ചെയ്യും? ജഡീകന് ആത്മീയന് ഇഷ്ടമാണ്. ആത്മീയന്മാരെ വേണ്ട. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു സഭ, പ്രഗത്ഭമായ ഒരു സഭ, തൃശ്ശൂര. പറഞ്ഞപ്പോഴേ ചിലർക്ക് അറിയാം, വായിച്ചാൽ അവര് കുമ്മനാട് കൗൺസിലിൽ വന്ന പാസ്റ്ററെ മാറ്റണം. വന്നപ്പോൾ പല ദേവാസന്മാരുടെ പേര് പറഞ്ഞു. ഞങ്ങൾക്ക് അവരെ ആരെയും വേണ്ട, ഞങ്ങൾക്ക് ആത്മീയരെ വേണ്ട, ഞങ്ങൾക്ക് ഈ സഭയെ ഭരിക്കാൻ വേണ്ടി ഗുണ്ടയ മതി. അപ്പോൾ സഭയ്ക്ക് ആത്മീയതയല്ല വേണ്ടത്, ഗുണ്ടകളെയാ വേണ്ടത്. കാരണം വിശ്വാസിയെ അടിച്ചൊതുക്കി സന്തോഷപ്പെടുത്തിയ കുഴപ്പമില്ല. നമ്മുടെ എല്ലാ സ്ഥിതികൾക്കും മാറും. നമ്മളിവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും തോറും ദൈവം ചിലതൊക്കെ പ്രവർത്തിക്കുന്ന കുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഞാനിങ്ങനെ ഈ വചനം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ, എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു ദൈവവൃത്തനെ കുറിച്ച് പൗലോസ് പ്രശംസയോടെ പറയുന്നുണ്ട്. അവൻ ദൈവഹിതം സംബന്ധിച്ച് ദൈവമക്കൾ എല്ലാവരും ദൈവം എഴുന്നേൽപ്പിച്ചവരെല്ലാം പൂർണ്ണ നിശ്ചയം ഭാവിച്ച് ദൈവഹിതത്തിനനുസരിച്ച് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തികഞ്ഞവരാകണം. ദൈവഹിതം സംബന്ധിച്ച് കൊലോസി ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിക്കാമോ ദൈവദാസി? കൊലോസി ലേഖനം 4:12. നിങ്ങളിൽ ഒരുത്തനായി. അപ്പൊ നിങ്ങൾ ഒരുത്തനെന്ന് വിശ്വാസി, നിങ്ങൾ വിശ്വാസിയ, ഞാനും വിശ്വാസിയാ. അപ്പൊ എന്നെ പോലെയുള്ള നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ ദാസൻ. അവൻ ആരാ? ദാസന. അപ്പോ നിങ്ങളിൽ ഒരുത്തൻ, നമ്മെ പോലെ ഒരുത്തൻ, ക്രിസ്തുയേശുവിന്റെ ദാസന. അടുത്തത് എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് ഒക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിനും അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പോരാടണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് സഭയ്ക്ക് അറിയത്തില്ലെങ്കിലും സമൂഹത്തിന് അറിയത്തില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവനറിയാം. ഹല്ലേലൂയ. നിലനിൽപ്പ് എന്ത് പ്രാർത്ഥിക്കുന്നവൻ പിന്നിലുണ്ട്. അവനെ ലോകം അറിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ അറിയാം. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, നമ്മളൊക്കെ ഈ നിൽക്കുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദേശത്ത് രാജ്യത്ത് പ്രാർത്ഥിക്കുന്ന അനേക ഭക്തന്മാർ അനേകരുണ്ടെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ഇവിടെ PG മാസ്റ്റർ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ച കർത്തൃദാസൻ. ഞാൻ കൺവെൻഷനൊക്കെ പലപ്പോഴും വിളിച്ചിട്ടുള്ള ഒരാളാണ്. എന്നാൽ ആ കർത്തൃദാസന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നത് കർത്തൃദാസൻ അറിയുന്നു. സ്വോത്രം. ഇപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞത് കൊണ്ടാ നമ്മൾ ഓർത്തതും പ്രാർത്ഥിച്ചതും. ഇതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാരുണ്ട്. എന്തിന്? നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നതിന് നിത്യതയ്ക്ക് അവകാശം. നമ്മളെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടി. ഓഹരിക്കാരായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചതെങ്കിൽ നിത്യത നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാലും മറന്നു. ഞാൻ അഭാഗങ്ങളും വിടുകയും എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക്. അപ്പോൾ ഈ ഫലഭൂയിഷ്ടമായ ഗലീല ദേശത്തെ ശലോമോൻ എന്ത് ചെയ്തു? ഹീരാമിന് കൊടുത്തു. ഹീരാം ഈ ദേശത്ത് ഈ സ്ഥലം കാണാൻ വേണ്ടി, പട്ടണം കാണാൻ വന്നു. അവൻ എന്ത് ചെയ്തില്ല? ബോധിച്ചില്ല. ദൈവമക്കൾ, കർത്തൃദാസന്മാര്, ദൈവം നമ്മെ വിളിച്ച ദർശനത്തിനനുസരിച്ച് നാം നിൽക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ പോരാടി നിൽക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന, അതിനാ കർത്താവ് നമ്മെ വിളിച്ചത്. ഈ വയസ്സാം കാലത്ത് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായമുള്ള കർത്തൃദാസന്മാർ, നാം ഈ വർഗീസ്റ്റാന പരിശോധന നടക്കുമ്പോഴും പ്രായമായിട്ട് വീടുകളും മറ്റുള്ളവർക്കോ ഞാൻ പറഞ്ഞതിന്റെ വിഷയം ആത്മഭാരം വല്ലവിധനെയും ഒരാൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം കടന്നുപോയി. അവർ സുവിശേഷം പറഞ്ഞ് ഏറ്റു പറഞ്ഞ് സമർപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്തു? അടുവ് കിടന്ന് ഞാൻ അറിഞ്ഞിരുന്നു എങ്കിലും ഞാൻ ഇവിടെ വന്നു. ഞാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച പരിശോധന നടത്തി. പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ 2 ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു സഹോദരൻ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ ഹിന്ദു അവരും വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിലും പോയി പ്രാർത്ഥിച്ചു. അന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ വിഷയം ദൈവമക്കൾ മനസ്സിലാക്കുക. എത്രയോ തകർന്ന ജീവിതങ്ങളുണ്ട്. യേശുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം
ആമേൻ. വയസ്സന്മാരെ ദൈവം തെരഞ്ഞെടുത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് നമ്മെ കൃപയിൽ നിർത്തിയതിന് സ്തോത്രം Praise the ചെയ്യാമോ? Lord. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആബേ സുധിക ശമനംബല. അപ്പോ ഈ പരമയിഷ്ടമായ പട്ടണം ഹീരാം രാജാവ് എന്ത് ചെയ്തില്ല? ബോധിച്ചില്ല. ബോധിക്കാതെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ പട്ടണത്തിന് ഇട്ട പേരെന്ത് വന്നറിയാം? കാബൂൽ ദേശം. ഹീനമായത്. ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ ഇരുണ്ടത്. ഒരു വെളിച്ചം. ഇപ്പൊ നമ്മളിവിടെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ പുറത്തെന്തുവാ? ഇരുട്ട. ഈ ലൈറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ പുറത്തെ ഇരുട്ട് അകത്തും ഉണ്ടാകുക അല്ലേ? വെളിച്ചമായി നിന്ന് ഹീരാമിന് ഈ 20 പട്ടണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പട്ടണം എന്തായി മാറി? അവന് കണ്ടത് ഇരുണ്ടത്, ഹീനമായത്. ഇന്ന് രാത്രിയിൽ പറയട്ടെ, അനേക സഭകളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജ്വലിച്ച ഭക്തന്മാരെ പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കൂടി വന്നിരിക്കുന്ന നമുക്ക് അവർക്ക് വേണ്ടി, നമ്മുടെ സഭകൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഏറ്റെടുക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. നമ്മെ നടത്താമെന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ്. ചുമക്കാമെന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ്. വഹിക്കാമെന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയ്ക്ക് അവൻ ഭംഗം വരുത്തുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മോട് പറഞ്ഞതെല്ലാം നടത്താൻ ദൈവം വിശ്വസ്തനാണ്. Praise the Lord. നടത്തി തരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ചെയ്യാമോ? Praise the Lord. ഹല്ലേലൂയ. സമയം പോയി. ഞാനത് ചുരുക്കി. ഞാൻ ഉദ്ദേശിച്ച വാക്കുകളല്ല, ദൈവാത്മാവ് എന്നൊന്നും പറയില്ല. എന്നാൽ ഈ ശലോമോൻ ചില കാലം കഴിഞ്ഞപ്പോൾ അവന് ഇതിനെല്ലാം തിരിച്ച് വാങ്ങിച്ചു. ഹീരാമിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? എങ്കിലും അവന് ഇട്ട പേരെന്തവാ? ഹീനമായി. ഇരുണ്ടത്, ഹീനമായത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, യേശുവിന്റെ ജനനം ബേത്ലഹേമിലാണെങ്കിലും വളർന്നത് നസ്രേത്തിലാണെങ്കിലും യേശുവിന്റെ ശുശ്രൂഷ ഗലീലയിലായിരുന്നു. എന്നാൽ ആ ഗലീലയിൽ 2 ഫാമിലി, 2 ഗോത്രം പാർക്കുന്നുണ്ട്. നഫ്താലി ഗോത്രവും സെബൂലൂൻ ഗോത്രവും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെ അവസ്ഥ പറഞ്ഞാൽ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിലിരിക്കുന്ന ദേശം, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് തിമിരമായിരിക്കുന്ന ദേശം. ഹല്ലേലൂയ. ഒന്ന് വായിച്ച ഒറ്റ വാക്കിൽ ഒന്ന് വായിച്ചു വിടാമോ? തിമിരം പിടിച്ചിരിക്കുക ആ ദേശം. കഷ്ടതയിലായിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, കഷ്ടതയിൽ ഇരിക്കുന്ന ജനമാണ്. ഇനി അവർക്ക് എന്ത് ചെയ്യത്തില്ല? തിമിരം നിൽക്കുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് എപ്പോഴും ദൈവം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ 2 അനുഭവങ്ങളെ, കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തിയ അനുഭവങ്ങളെ ദൈവം മടക്കി വരുത്തി നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുക്കുക. ആത്മാവിന്റെ ശക്തിയോടെ ഇരുട്ടിലിരിക്കുന്ന ദേശം വെളിച്ചമായി മാറണമെങ്കിൽ വെളിച്ചമാണ്. വെളിച്ചമാകുന്നവൻ ഇരുട്ടിലിരിക്കുന്ന ദേശത്തേക്ക്, ഗലീലയിലേക്ക് മടങ്ങി ചെല്ലുകയാണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 13 വാക്യം വരെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിൽ ആ യോർദാൻ അക്കരെയുള്ള നാട് ആ ജാതികളുടെ ഗലിയിലേക്ക് ജാതികളുടെ അവിടെ ജാതികളുടെ ജാതികളും അവിടെ പാർക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഹല്ലേലൂയ. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവ് പറഞ്ഞതൊക്കെ അരളിച്ചതും നിവൃത്തിയാകുവാൻ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി. ദൈവത്തിന്റെ ആത്മാവ് ആമേൻ പറഞ്ഞ കാര്യം നടക്കണമെങ്കിൽ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഗലീല ദേശത്ത് എന്തെല്ലാം അവിടുത്തെ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിന്റെ മീതെ അതിനെ മൂടി വെളിച്ചമായ കർത്താവ് ഇരുളടഞ്ഞ മരണനിഴലിന്റെ താഴ്വരയിൽ പാർക്കുന്ന മരണഭയത്തിൽ മരണഭീതിയിൽ കഴിയുന്ന ജനത്തിന്റെ സ്ഥിതി മാറ്റുവാൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിയെത്തുന്നതുപോലെ സമയം മുന്നോട്ട് പോയെങ്കിലും ആത്മസമയം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ വെളിച്ചമാകുന്നു. അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരെ ആമേ നോക്കിക്കൊണ്ട് പറയാം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ലോകത്തിന്റെ വെളിച്ചമാണ് ഇവിടെ വന്നിരിക്കുന്നവർ. സ്തോത്രം 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 സ്തോത്രം. ലോകത്തിന്റെ വെളിച്ചമാക്കി ദൈവം നമ്മെ തീർത്തപ്പോൾ ഇരുട്ടിൽ ഇരിക്കുന്നവന്റെ ഇരുട്ട് മാറ്റി പ്രകാശം കൊടുക്കുവാനാ ലോകത്തിന്റെ വെളിച്ചമാക്കി ദൈവം നമ്മെ ഇന്ത്യയുടെ വെളിച്ചമാക്കി എന്നെ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കേരളത്തിന്റെ കോഴഞ്ചേരിയുടെ മുന്നേക്കാടിന്റെ അടൂരിന്റെ ഇരുട്ട് മാറ്റുവാൻ ദൈവം എന്നെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദി അപ്പാ, നന്ദി യാവേ, നന്ദി രാജാവേ. മാറ്റാൻ വന്നവന് ആത്മാവിന്റെ ശക്തി അവന് ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദുഷ്ടന്റെ അധികാരത്തെ കീഴ്പ്പെടുത്തുവാൻ അവന്റെ അധികാരങ്ങളെ കീഴാക്കുവാൻ ആത്മാവിന്റെ ശക്തിയോടെ സ്തോത്രം സ്തോത്രം. കനാനിലേക്ക് പോകുന്ന ഇസ്രായേൽ ജനം യോശുവയുടെ നേതൃത്വത്തിൽ യോർദാന്റെ കരയിൽ വന്നു നിൽക്കുമ്പോൾ യോർദാൻ അവർക്ക് പ്രതികൂലമായി നിൽക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടലിന്റെ കരയിൽ വന്നപ്പോൾ മോശയുടെ കയ്യിൽ വടിയുണ്ടായിരുന്നു. ചെങ്കടലിനെ വിഭാഗിക്കുക. എന്നാൽ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ നടത്തുമ്പോൾ യോശുവയ്ക്ക് വടിയില്ല. എന്നാൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. യോർദാന്റെ ഭാഗത്ത് പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാന്റെ വക്കത്ത് മുക്കിയപ്പോൾ ചവിട്ടിയപ്പോൾ യോർദാനിൽ മേൽവെള്ളത്തിന് ഒഴുക്ക് നിന്നു. മേലിൽ നിന്ന് ഒഴുകി വന്ന ആ വെള്ളത്തെ ചിറ പോലെ കെട്ടിയിട്ട് എവിടുന്ന് ഒഴുകി വന്നു അവിടേക്ക് തിരിച്ചൊഴുക്കി. ഇന്ന് രാത്രിയിൽ എവിടുന്ന് ദുർശക്തികൾ, ദുർവ്യാപാര ശക്തികൾ, അന്ധകാര ശക്തികൾ ദൈവസഭയെ മുടിക്കുന്ന, ദൈവജനത്തെ മുടിക്കുന്ന, തകർത്ത് കളയുന്ന, രോഗം വരുത്തുന്ന, മരണഭയം വരുത്തുന്ന ജാതീയ ശക്തികൾ എവിടുന്ന് വരുന്നുവോ ആ ശക്തിയെ പെട്ടകം ജീവിതത്തിലുണ്ടെങ്കിൽ ആ പെട്ടകത്തിന്റെ ശക്തി അത് ചുമക്കുന്നവരുടെ ഉള്ളങ്കാലിലുണ്ട്.
ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമ്മുടെ കാലുകൾ എടുത്തുവെക്കട്ടെ. ശബല. തടസ്സങ്ങളെ മാറ്റുക. സ്തോത്രം. നമ്മുടെ കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ മുഴുവനത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലുണ്ട്. അവൻ നമ്മളിലുണ്ട്. ആമേൻ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമുക്ക് കാലുകൾ എടുത്തു വെക്കാം. നന്ദി അപ്പാ. ഇതിന്റെ വ്യാപാര ശക്തികൾ വിട്ടുപോകുവാൻ ആത്മാവിന്റെ ശക്തിയോടെ നമുക്ക് നമ്മുടെ മണ്ഡലത്തിലേക്ക്, ജീസസ്. നമ്മുടെ സ്തോത്രം, ഭവനങ്ങളിലേക്ക്, സ്തോത്രം, സ്തോത്രം. വേല സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയി സുവിശേഷീകരണം നടത്തിയ ഇടങ്ങളിലേക്ക് നമുക്ക് കടന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ബാലബ ശാന്തര. നാം ഈ മരണ ഭയമെല്ലാം മാറട്ടെ. യാ. രോഗത്തിന്റെ ശക്തികൾ നമ്മെ ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന എല്ലാ ദുർവ്യാപാര ശക്തികളും ഓ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സ്തോത്രം. ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന് ആത്മാവിന്റെ ശക്തി ആവശ്യമായിരുന്നെങ്കിൽ ആമേൻ, ആമേൻ, ആ ദേശത്ത് വ്യാപരിച്ച ശക്തിയെ കീഴടക്കുവാൻ ആമേൻ, ആത്മാവിന്റെ ശക്തി എന്റെ യേശുവിന് ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രയധികം ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു,